ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമ്മുടെ ഇൻ ഹൗസ് എക്സ്പേർട്ട് മിസ്റ്റർ പ്രദീപ് ചന്ദ്രശേഖരൻ സർ ചേരുന്നു. Good morning, Pradeep sir. Welcome to the show. Morning, Jasmine, and morning, viewers. യെസ്, ഏതായാലും 22,000 എന്നുള്ള ഒരു മാർക്ക് മറികടന്നുകൊണ്ടാണ് നിലവിൽ ഒരു ഫ്ലാറ്റ് നോട്ടിൽ വ്യാപാരം മുന്നോട്ട് പോകുന്നത് എന്ന് കാണാം. ഒരു സർവകാല നേട്ടങ്ങൾക്ക് ശേഷം ഇൻവെസ്റ്റേഴ്സ് ഒരു കോഷ്യസ് സ്റ്റാൻസ് സ്വീകരിക്കേണ്ട ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇന്ന് നിഫ്റ്റിയിൽ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ജാസ്മിൻ, നിഫ്റ്റിയിൽ ഇന്നലെ നമ്മൾ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ കണ്ടതിന് ശേഷം വി സോ ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. സോ നിഫ്റ്റി 50യുടെ കേസിൽ ഇനിയും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇന്നലത്തെ ഹയസ്റ്റ് ലെവൽ 22,250-60 ആ റേഞ്ച് തന്നെ ആയിരിക്കണം. സപ്പോർട്ടായിട്ട് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന ഈ 21,600 പോയിന്റ്സിന്റെ അടുത്തും ആയിരിക്കണം. അതിനോടൊപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലാണ് ഇന്നിപ്പോൾ വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. 46,960 എന്നൊരു നിലവാരത്തിലേക്ക് ഇപ്പോൾ നിഫ്റ്റി 964 എന്നൊരു നിലവാരത്തിലേക്ക് നിഫ്റ്റി ബാങ്ക് എത്തിയിട്ടുണ്ട്. 47,000 എന്നൊരു മാർക്കും കൈവിടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും സൂചികയിൽ പ്രധാന സപ്പോർട്ട് നൽകുന്നത് ആക്സിസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക് തുടങ്ങിയ ഓഹരികളാണ്. നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? See, Nifty Bank in the case, we are going to see a potential turnaround. And ഇന്നലെ നമ്മൾ അഗെയിൻ നിഫ്റ്റി 50യുടെ കൂടെ തന്നെ നമുക്ക് നിഫ്റ്റി ബാങ്കിന്റെ കേസിലും നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയുണ്ടായി. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള ബാങ്കിങ് സ്റ്റോക്സിലൊക്കെ തന്നെ നമുക്ക് ലോങ് പൊസിഷന് വേണ്ടി നമ്മൾ അവസരങ്ങൾ നോക്കിയിരിക്കണം. അതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ഇസ് നാച്ചുറലി HDFC ബാങ്ക്. ഈ കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട 2 സപ്പോർട്ട് ഏരിയ. ആദ്യത്തെ 46,400, അതിനെ തുടർന്ന് 46,000 പോയിന്റ്. യെസ് പ്രദീപ് സർ, FMCG സൂചികയിലേക്കാണ് വരുന്നത്. കഴിഞ്ഞ ഒരു വർഷങ്ങളിൽ ഏറ്റവും കുറവ് നേട്ടം നൽകിയിട്ടുള്ള സൂചികകളിൽ ഒന്നാണ് FMCG എന്ന് പറയുന്നത്. ഈ ഒരു വർഷവും 5.43% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. FMCG സൂചികയുടെ ഈ ഒരു അണ്ടർ പെർഫോമൻസിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? FMCGയിൽ നമുക്ക് കാര്യമായിട്ട് അറ്റ് ദ മൊമെന്റ് ഒരു ബൈയിങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. വളരെ ചുരുക്കം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ടാറ്റ കൺസ്യൂമറിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തുടരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ അഡാനി വിൽമറിന്റെ കേസിൽ വി ആർ സീയിങ് എ പൊട്ടൻഷ്യൽ ടേൺ അറൌണ്ട് ഹാപ്പനിങ്. സോ വളരെ ലിമിറ്റഡ് ആയിട്ടൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എനിക്ക് FMCG സ്റ്റോക്സിൽ കാണാൻ സാധിക്കുന്നത് അറ്റ് ദ മൊമെന്റ്. അതിനോടൊപ്പം തന്നെ ബാങ്കിങ് മേഖലയിൽ നിന്നുള്ള ഇപ്പോൾ പ്രധാന സപ്പോർട്ട് നൽകുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് ആക്സിസ് ബാങ്കിന്റെ ഓഹരികളാണ്. ഏകദേശം 2% മുകളിലേക്ക് ആക്സിസ് ബാങ്കിന്റെ ഓഹരികൾ ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. നിലവിൽ 1,106.25 എന്നൊരു നിലവാരത്തിലാണ് ആക്സിസ് ബാങ്കിന്റെ ഓഹരി വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ കുറച്ച് സെഷൻസിൽ ചിലതിലൊക്കെ വലിയ തോതിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തി, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് രേഖപ്പെടുത്തിയ ഒരു ഓഹരി കൂടിയായിരുന്നു ആക്സിസ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ലോങ് term view എന്താണ്? See, Axis Bank is a potential turnaround, and Axis Bank in the case correction നടക്കുന്ന സമയത്ത് we can definitely consider long position. So Axis Bank, അതുപോലെ തന്നെ ICICI Bank, HDFC Bank, State Bank of India, ഇതിലൊക്കെ നമുക്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കറക്ഷൻ നടക്കുന്ന സമയത്ത് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. പ്രദീപ് സർ, ഇന്നിപ്പോൾ യുറേക്ക ഫോബ്സിന്റെ ഓഹരികളിൽ ഒരു വലിയ ബ്ലോക്ക് ഡീൽ നടന്നതിനെ തുടർന്ന് 6.66% ഒരു മുന്നേറ്റം, 544 രൂപ എന്നുള്ള ഒരു ഇൻട്രാഡേ ഹൈ ലെവലിലാണ് ഇപ്പോൾ സ്റ്റോക്ക് വ്യാപാരം മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സ്റ്റോക്കിന്റെ ട്രെൻഡ് നിലവിൽ എങ്ങനെയാണ്? സോ യുറേക്ക ഫോബ്സിന്റെ ഒരു വിഷയം ഞാൻ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യപ്പെടുന്നില്ല. ഇറ്റ് ഇസ് ലിസ്റ്റഡ് ഓൺലി ഓൺ ദ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇത് അധികം ലിക്വിഡിറ്റി ഇല്ലാത്തൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് ഞാൻ ഇതിനെ കരുതുന്നത്. ആൻഡ് സ്റ്റോക്കിന്റെ ഒരു റെസിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ 525 രൂപയിൽ മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ഇന്ന് ബ്രേക്ക് ചെയ്യപ്പെട്ട് അതിന്റെ മുകളിൽ ശക്തമായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻവെസ്റ്റിംഗ് അവസരം ലഭിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 580 രൂപയിലായിരിക്കും.
സാർ അതിനോടൊപ്പം തന്നെ ക്ഷമിക്കണം, ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി ഇപ്പോൾ നിലവിൽ 2.51% ഇടിവിൽ 137.65 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയുടെ പെർഫോമൻസ് വിലയിരുത്തുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഏകദേശം 7.5% നേട്ടം നൽകാനും ഈ ഒരു ആദ്യ 2 മാസങ്ങൾക്കിടയിൽ 2024 ആദ്യ 2 മാസങ്ങൾക്കിടയിൽ 26% റിട്ടേൺ നൽകാനും ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഓഹരിന്മേലുള്ള ഇനി മുന്നോട്ടേക്ക് ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ഈ ഒരു കറക്ഷൻ അവസാനിക്കട്ടെ. കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അധികം ശ്രദ്ധിച്ചിരിക്കാവുന്ന സപ്പോർട്ട് ഏരിയ 130 മുതൽ 125 രൂപ വരെ ആയിരിക്കും. പ്രദീപ് സർ, ഇന്നിപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഓഹരികളിൽ 2.5% മുകളിൽ ഒരു നേട്ടം കാണാൻ സാധിക്കുന്നു, 34 രൂപ എന്നുള്ള ഒരു നിലവാരത്തിൽ. കമ്പനി റൈറ്റ് ഇഷ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1151 കോടി രൂപയുടെ റൈറ്റ് ഇഷ്യൂ ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റെക്കോർഡ് തീയതി ഫെബ്രുവരി 27-നായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു മാസത്തിൽ തന്നെ 2-ാം തീയതി ഫെബ്രുവരിയിൽ 40 രൂപ എന്നുള്ള ഒരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സ്റ്റോക്ക് കൂടിയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. നിലവിൽ സൗത്ത് ഇന്ത്യനിൽ ഒരു എൻട്രി പോസിബിൾ ആണോ? is bullish and short term trend നിലവിൽ സൈഡ്വേസ് ആയിട്ടാണ് കാണുന്നത്. ഇന്ന് സ്റ്റോക്കിന് 35 രൂപയുടെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ബൈയിങ് അവസരം ലഭിക്കും. സാർ അതിനോടൊപ്പം തന്നെ ഫെഡറൽ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുന്ന. കഴിഞ്ഞ ചില സെഷൻസിൽ വലിയ തോതിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയ ഓഹരി കൂടിയായിരുന്നു ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്നത്. നിലവിൽ ഏകദേശം 0.2% നേട്ടത്തിൽ 154.15 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫെഡറൽ ബാങ്കുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? ഫെഡറൽ ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ഇസ് വെരി വെരി ബുള്ളിഷ്. കഴിഞ്ഞ 3 ക്വാർട്ടേഴ്സിൽ നല്ല ഫൈനാൻഷ്യൽ പെർഫോമൻസ് നൽകിയ ഒരു സ്റ്റോക്കാണ് ഫെഡറൽ ബാങ്ക്. ആൻഡ് നാച്ചുറലി ഫെഡറൽ ബാങ്കിൽ ഇത്തരം ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടി നല്ലൊരു ട്രേഡിംഗ് ഓർ ഇൻവെസ്റ്റിംഗ് അവസരം കിട്ടുന്നുണ്ട്. സോ നമ്മൾ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. പ്രദീപ് സർ, ഇന്നിപ്പോൾ സുല വൈൻയാർഡ്സിന്റെ സ്റ്റോക്കിൽ 1.37% ഒരു നേട്ടം കാണുന്നു. 571 രൂപ എന്നുള്ള ഒരു ഇൻട്രാഡേ ഹൈ ഇന്ന് സ്റ്റോക്ക് ടച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് വൈൻ ഇൻഡസ്ട്രിയിൽ പ്രൊമോഷൻ സ്കീം 8 വർഷത്തേക്ക് തുടരുന്നതിനുള്ള മഹാരാഷ്ട്ര സർക്കാരിന്റെ GR ലഭിച്ചിട്ടുള്ളതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ സ്റ്റോക്കിൽ ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നത്. സുല വൈൻയാർഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റേഴ്സ് വാച്ച് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഈ സ്റ്റോക്കിന്റെ നിലവിലെ ട്രെൻഡ് എങ്ങനെയാണ്? Solar Vineyard, the long-term trend is bullish, but short-term trend is bearish. And ഈ സ്റ്റോക്കിൽ at the moment നമുക്ക് low risk ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. അടുത്തായിട്ട് നൈക്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. നൈക്കയെ സംബന്ധിച്ച് നിലവിൽ 0.69% ഇടിവിൽ 150.35 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 50 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 10 രേഖപ്പെടുത്തിയ 195.5 എന്ന നിലവാരമാണ്. അതിനുശേഷം വലിയ തോതിൽ ഒരു ഇടിവ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഈ ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലോ റിസ്ക് ബൈയിങ് അവസരം സാർ ഈ ഓഹരിയിൽ കാണുന്നുണ്ടോ? അറ്റ് ദ മൊമെന്റ് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം കാണുന്നില്ല. സ്റ്റോക്കിൽ 158 രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 168 രൂപയിലായിരിക്കും. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലോ റിസ്ക് ആയിട്ട് സേഫ് ആയിട്ട് ഒരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കത്തുള്ളൂ. പ്രദീപ് സർ, മൾട്ടി ബാഗർ സ്റ്റോക്കായ SG മാർട്ടിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സ്റ്റോക്ക് സ്പ്ലിറ്റ്, ബോണസ് ഇഷ്യൂ എന്നിവ പ്രഖ്യാപിച്ച ഓഹരി നിക്ഷേപകർക്ക് ഒരു ഇരട്ട ആഹ്ലാദമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാം. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം മിഡ് ക്യാപ്പ് സിവിൽ കൺസ്ട്രക്ഷൻ സ്ഥാപനമാണ്. 11,400 രൂപയിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ സ്റ്റോക്ക് സ്പ്ലിറ്റിനെ തുടർന്ന് ഈ ഒരു സ്റ്റോക്ക് നിലവിൽ 585.35 എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് ട്രേഡിംഗ് മാറിയിട്ടുണ്ട്. BSEയിൽ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു കമ്പനി ഒരു പെർഫോമൻസിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ ഒരു സ്റ്റോക്കിന്റെ പേര് ഒരിക്കൽ കൂടെ പറയാമോ?
സർ, ST Mart. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഈ ഒരു സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നില്ല. ഇത് നമുക്ക് അടുത്ത സെഷനിൽ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. സർ, അടുത്തതായിട്ട് മംഗളം സിമെന്റുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി നിലവിൽ 0.65% ഇടിവിൽ 715 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ചും എടുത്തു പറയുകയാണ് എന്നുണ്ടെങ്കിൽ ജനുവരി 3-ാം തീയതി വലിയൊരു കുതിപ്പ് രേഖപ്പെടുത്തിയതിനു ശേഷം ജനുവരി 3-4 തീയതിയിൽ വലിയൊരു കുതിപ്പ് രേഖപ്പെടുത്തിയതിനു ശേഷം പിന്നീട് ശക്തമായിട്ടൊരു കറക്ഷനാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. മംഗളം സിമെന്റുമായി ബന്ധപ്പെട്ട് ഇനിയൊരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്താണ്? So Mangalam Cement is a small cap stock, but the good thing is that ഈ സ്റ്റോക്കിന്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവല് നമുക്ക് കാണാൻ സാധിക്കുന്നത് 780 രൂപയ്ക്ക് അടുത്ത. സോ സ്റ്റോക്ക് ഇസ് ഹെഡിങ് ടുവേർഡ്സ് ദാറ്റ് ലെവൽ. 780 രൂപ നമ്മളൊരു ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക. ആൻഡ് ആ ഒരു ടാർഗറ്റ് ബ്രേക്ക് ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. So 770, 780 ലെവൽ എത്തുമ്പോഴേക്കും പ്രോഫിറ്റ് ടേക്കിംഗ് വിൽ ബി എ ഗുഡ് ഐഡിയ. സ്റ്റോക്കിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 660 രൂപയോ ആയിരിക്കും. പ്രദീപ് സാർ, നിലവിൽ IT സൂചികയിൽ നിന്നും LTI Mindtree 0.5% മുകളിൽ നേട്ടം നൽകുന്നു. 5465 രൂപയിലാണ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. 5506 രൂപ എന്നുള്ള ഒരു ഇൻട്രാഡേ ഹൈ കൂടി ഇന്ന് ഈ ഒരു സ്റ്റോക്ക് ടച്ച് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് പോളണ്ട്, യൂറോപ്പ്, ഇന്ത്യ എന്നിവിടങ്ങളിൽ മറ്റ് ഡെഡിക്കേറ്റഡ് ഫെസിലിറ്റിക്കൊപ്പം ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഗ്രീസിലെ ഏതൻസിൽ ഡിജിറ്റൽ ഹബ്ബുകളും സ്ഥാപിക്കുന്നതിന് യൂറോപ്യൻ ഇൻഷുറൻസ് കമ്പനിയായ യൂറോ ലൈഫ് FFHുമായി കമ്പനി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തകൾക്ക് ശേഷമാണ് ഇന്നിപ്പോൾ സ്റ്റോക്ക് മികച്ച മുന്നേറ്റം നൽകുന്നത്. ഈ LTI Mindtree സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒരു പൊസിഷൻ എടുക്കാൻ പറ്റിയ സമയമാണോ? എന്താണ് പ്രധാനപ്പെട്ട വാച്ച് ചെയ്യേണ്ട ലെവലുകൾ? LTI Mindtree അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. 5600 rupees is a major resistance. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടത്തുള്ളൂ. സർ, അടുത്ത മൈക്രോ ഫിനാൻസ് രംഗത്ത് നിന്നുള്ള ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീണുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ 0.25% ഇടിവിൽ 1465 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 50 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ 2023 ഡിസംബർ 14 രേഖപ്പെടുത്തിയ 1796 എന്നൊരു നിലവാരമാണ്. അതിനുശേഷം ജനുവരിയിൽ വലിയ തോതിലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, വലിയ തോതിലൊരു നെഗറ്റീവ് റിട്ടേൺസ് ആണ് ഈ ഒരു ഓഹരി നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത്. ഏകദേശം 7.5% നെഗറ്റീവ് റിട്ടേൺസ് ആണ് നൽകിയിട്ടുള്ളത്. ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീണുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? സോ അൺഫോർച്ചുനേറ്റ്ലി ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീണിന്റെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നവംബർ മാസത്തിലും അതിനുശേഷം ജനുവരി മാസത്തിലും അറൌണ്ട് 1770, 1800 രൂപ എത്തുമ്പോഴേക്കും നമുക്ക് കനത്ത സെല്ലിംഗ് കാണാൻ ഇടയുണ്ടായി. ആൻഡ് സിൻസ് ജനുവരി ഈ സ്റ്റോക്കിൽ കനത്ത ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരിക്കുന്നു. ആൻഡ് സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് ഏരിയ 1430 രൂപയിലാണ് കാണുന്നത്. 1430 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. നിക്ഷേപകർക്ക് മൾട്ടി ബാഗർ നേട്ടം നൽകിയിട്ടുള്ള ജയകുമാർ ഇൻഫ്ര പ്രോജക്ട്സിനെ സംബന്ധിച്ചാണ് സർ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ വർഷവും 14% നിക്ഷേപകർക്ക് ഒരു മികച്ച നേട്ടം നൽകുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. നിലവിൽ 2% ഒരു ഇടിവാണ് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. 651 രൂപയിലാണ് നിലവിൽ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് മുന്നോട്ട് പോകുന്നത്. ഓഹരിയിലെ നിലവിലെ ഇടിവ് ഒരു അവസരമായി കാണേണ്ടതുണ്ടോ? ഇതിന്റെ സ്പെല്ലിംഗ് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? ഇൻഫ്ര പ്രോജക്ട്സ് സർ, ജയകുമാർ ഇൻഫ്ര പ്രോജക്ട്സ്.
ജെ കുമാർ ഇൻഫ്രാ പ്രോജക്ട്സ്. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നില്ല. നമുക്ക് എഗെയിൻ ഓക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. 1 second. So ജയകുമാർ ഇൻഫ്രാ പ്രോജക്ട്സിന്റെ നിലവിലുള്ള ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ് ആൻഡ് സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലോട്ട് എത്തിയിരുന്നു. ബട്ട് ഈ സ്റ്റോക്കിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസത്തിൽ 400 രൂപയിൽ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്കിൽ കാര്യമായിട്ട് ഒരു കറക്ഷൻ പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ കണ്ടിട്ടില്ല. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ബിറ്റ്വീൻ 700 and 730 നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. അടുത്തായിട്ട് വോൾട്ടാസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി ഇന്നിപ്പോൾ 0.96% ഇടിവിൽ 1096.5 എന്നൊരു നിലവാരത്തിലാണ്. ഓഹരിയുടെ ഒരു 50 ഹൈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 20, അതായത് ഇന്നലെ രേഖപ്പെടുത്തിയ 1117 എന്ന നിലവാരമാണ്. വോൾട്ടാസുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം വ്യൂ എന്താണ്? കേസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ടേൺ അറൗണ്ട് സ്റ്റോക്ക്. കഴിഞ്ഞ നവംബർ മാസത്തിൽ 820 രൂപയ്ക്ക് അടുത്തായിരുന്നു അതിന്റെ ബോട്ടം. ആൻഡ് അതിനുശേഷം ഇന്നലത്തെ ട്രേഡിംഗിൽ ഒരു 52 വീക്ക് ഹൈ ആയിട്ടുള്ള 1100 1150 റേഞ്ചിൽ വി സോ പ്രോഫിറ്റ് ടേക്കിംഗ്. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കാര്യം സ്റ്റോക്ക് ഇസ് ലിറ്റിൽ ബിറ്റ് ഓവർ ഹീറ്റഡ്. ഇന്നലത്തെ ഒരു റെക്കോർഡ് നേട്ടത്തിന് ശേഷം കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് വ്യാപാരം മുന്നോട്ട് പോകുന്നത്. ഇന്നലത്തെ ഒരു റെക്കോർഡ് നേട്ടം എന്ന് പറയുന്നത് 1027 രൂപ എന്നുള്ള ഒരു നിലവിലാണ്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് റെയിൽവേ ഓഹരികളുമായി താരതമ്യം ചെയ്യുന്ന സമയത്ത് കാര്യമായിട്ടുള്ള ഒരു നേട്ടം നൽകിയിട്ടുണ്ട് എങ്കിൽ കൂടിയും നേട്ടത്തിന്റെ ഒരു തോത് കുറച്ച് കുറവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും ഇൻവെസ്റ്റേഴ്സ് സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്താണ്? കണ്ടെയ്നർ കോർപ്പറേഷന്റെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 മേജർ ബോട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ നവംബർ മാസത്തിൽ 680, അതിനെ തുടർന്ന് ജനുവരി മാസത്തിൽ 820. ആൻഡ് സ്റ്റോക്ക് ഇസ് ഡ്യൂ ഫോർ എ കറക്ഷൻ. സ്റ്റോക്ക് ഇസ് ഡ്യൂ ഫോർ എ പ്രോഫിറ്റ് ടേക്കിംഗ്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഈ കറന്റ് ലെവൽസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് ചെയ്യുന്നത് നല്ലൊരു സ്ട്രാറ്റജി ആയിരിക്കും. കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 880 രൂപയുടെ സപ്പോർട്ടും ആയിരിക്കണം. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഏഷ്യൻ പെയിന്റ്സിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത്. നിലവിൽ ഏഷ്യൻ പെയിന്റ്സിന്റെ ഓഹരികൾ ഏകദേശം 2% അടുത്തൊരു ഇടിവിലേക്കാണ്, 2%-ലധികം ഒരു ഇടിവിലേക്കാണ് ഇപ്പോൾ വഴുതി വീണിരിക്കുന്നത്. നിലവിൽ 2940.75 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം കൊണ്ടുപോകുന്നത്. കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണ്, നിങ്ങൾ ഇന്നിപ്പോൾ ബിർളയുടെ ഓപ്പസ് ഇന്നിപ്പോൾ വിപണിയിലേക്ക് എത്തിക്കുന്നു എന്നതടക്കമുള്ള ഒരു ഡീറ്റെയിൽസ് കൂടി നമുക്ക് പുറത്ത് വരുന്നുണ്ട്. അതായത് കൂടുതൽ കോമ്പറ്റീറ്റീവ് ആകുന്നു ഈ ഒരു മേഖല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഏഷ്യൻ പെയിന്റ്സിന്റെ ഒരു പെർഫോമൻസ് വൈസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് വലിയ തോതിൽ നേട്ടം നൽകാത്തൊരു ഓഹരി കൂടിയാണ്. പ്രത്യേകിച്ച് ഇയർ ഡേറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ 14% അടുത്തൊരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഓഹരി നൽകിയിരിക്കുന്നത്. 50 വീക്ക് ഹൈ നോക്കുകയാണെങ്കിലും 2023 ജൂലൈ 24 രേഖപ്പെടുത്തിയ 3568 എന്ന നിലവാരമാണ്. അതിനുശേഷം പിന്നീട് വലിയ തോതിലുള്ളൊരു കറക്ഷൻ ഈ ഓഹരിയിൽ നടന്നിട്ടുണ്ട്. പിന്നീട് ആ ഒരു തിരിച്ച് ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുമില്ല. ഏഷ്യൻ പെയിന്റ്സിന്റെ ഈ ഒരു ഇടിവിനെ നമുക്ക് അവസരമായി പരിഗണിക്കാമോ? ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. 2900 രൂപയിൽ മേജർ സപ്പോർട്ടും കാണുന്നുണ്ട്. സോ ഈ ഒരു കറക്ഷനിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 2900 റുപ്പീസിന്റെ സപ്പോർട്ട് തന്നെ ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിലൊരു ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കും. ഇന്നലെ ഒരു 100 കോടിയുടെ ബ്ലോക്ക് ഡീൽ നടന്നതിനെ തുടർന്ന് ക്യാമ്പസ് ആക്ടിവെയറിന്റെ ഓഹരികൾ 13% കുതിച്ചിരുന്നു. ഇന്നും സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 3% മുകളിൽ ഒരു നേട്ടം നൽകുന്നുണ്ട് 260 രൂപയിൽ. പക്ഷേ ഈ ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലും നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഈ വർഷവും 6.5% മുകളിൽ ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത് എന്നും കാണാം. 417 രൂപ എന്നുള്ള ഒരു നിലവാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്ട് ഒരു വർഷം മുന്നത്തെ ഒരു
മാർച്ച് 2023 ഒരു സ്ഥിതി ഒരു സമയത്തുമാണ്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പെർഫോമൻസിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് കാര്യമായിട്ടുള്ള ഒരു നേട്ടങ്ങൾ നൽകിയിട്ടുള്ള ബ്ലോക്ക് ഡീൽ നടന്നു എങ്കിൽ കൂടിയും ഒരു മികച്ച മുന്നേറ്റത്തിലേക്ക് എത്താനുള്ള ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്യാമ്പസ് ആക്ടിവെയർ ഒരു ടേൺ അറൗണ്ട് സ്റ്റോറിക്ക് തയ്യാറെടുക്കുകയാണോ? നമുക്ക് ഇന്നലത്തെ ട്രേഡിംഗ് പാറ്റേൺ കാണുമ്പോഴേക്കും നമുക്ക് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കിട്ടുന്നത്. സ്റ്റോക്കിൽ നമ്മൾ ഇന്നൊരു ലോങ് പൊസിഷൻ അവോയ്ഡ് ചെയ്യുക. സ്റ്റോക്കിന് 238 രൂപയിൽ നല്ല സ്ട്രോങ് സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിൽ അടുത്ത 2-3 സെഷൻസിൽ കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്കൊരു 240, 250 ആ റേഞ്ചിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ ലോ റിസ്ക് ഓപ്പർച്യൂണിറ്റി. സർ, അടുത്തതായിട്ട് തൻല പ്ലാറ്റ്ഫോംസുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി ഇന്നിപ്പോൾ വളരെ ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിൽ 0.28% മാത്രം നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 994.25 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരി ഒരു 50 ഹൈ നോക്കുകയാണെങ്കിൽ 2023 ജൂലൈ 24 രേഖപ്പെടുത്തി 1317.95 എന്ന നിലവാരമാണ്. അതിനുശേഷം പിന്നീട് വലിയ തോതിൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തി, പ്രത്യേകിച്ചും ജനുവരിയിൽ ഒരു സമയത്തായിരുന്നു, ജനുവരി 12 തീയതികളിലൊക്കെ ആയിരുന്നു പിന്നെ ഒരു മെച്ചപ്പെട്ടൊരു പ്രകടനം നടത്തിയതെന്ന് പറയാൻ സാധിക്കുക. അതിനുശേഷം വലിയ തോതിൽ പിന്നീട് ഒരു കറക്ഷൻ തന്നെയാണ് ഈ ഒരു ഓഹരിയിൽ കാണുന്നത്. തൻല പ്ലാറ്റ്ഫോംസുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? ഈ ഒരു ഓഹരി ഇനിയും കൈവശം സൂക്ഷിക്കേണ്ടതുണ്ടോ? ഈ ജനുവരി തുടക്കത്തിൽ 1240 രൂപ എത്തിയതിനു ശേഷം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 200-300 രൂപയുടെ കറക്ഷനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് 900 റുപ്പീസിൽ കാണുന്നുണ്ട്. ലെറ്റ് us വെയിറ്റ് ആൻഡ് സീ ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന്. ഈ ഒരു കറക്ഷൻ അടുത്ത 3 സെഷൻസിൽ പൂർത്തിയായെന്ന് നമുക്കൊരു കൺഫർമേഷൻ ലഭിക്കണമെങ്കിൽ സ്റ്റോക്ക് 1040 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. So 2 important levels to watch: support ആയിട്ട് 900 rupees, resistance ആയിട്ട് 1040 രൂപ. പ്രദീപ് സർ, HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. HDFC AMCയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലാണ് വ്യാപാരം മുന്നോട്ട് പോകുന്നത്. 3765 രൂപ എന്നുള്ള ഒരു നിലയിൽ ഇന്ന് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു ആഴ്ചയിൽ തന്നെയാണ് റെക്കോർഡ് നിലവാരമായിട്ടുള്ള 3889 രൂപ മറികടന്നുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ഈ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. HDFC AMCയുടെ നിലവിലെ ട്രെൻഡ് എങ്ങനെയാണ്? പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? HDFC Bank AMCയുടെ കേസിലെ ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ബട്ട് സ്റ്റോക്കിലെ കാര്യമായിട്ട് അടുത്ത കഴിഞ്ഞ 2-3 മാസത്തിനിടെ നമ്മൾ കറക്ഷൻ ഒന്നും തന്നെ കണ്ടിട്ടില്ല. സോ സ്റ്റോക്ക് ഇസ് ലിറ്റിൽ ബിറ്റ് ഓവർ ഹീറ്റഡ്. ആൻഡ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈവശം പൊസിഷൻ ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. സർ, അതിനോടൊപ്പം തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ABB ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ഓഹരിയെ സംബന്ധിച്ച് ഇന്നലെ അവരുടെ ഒരു 4ാം പാദ ഫലങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല ഓഹരി 10% അപ്പർ സെക്യൂരിറ്റിയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നും നിലവിൽ ഏകദേശം 6.18% നേട്ടത്തിൽ 5292.95 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയുടെ ഇന്നൊരു പുതിയൊരു 50 ഹൈ ക്രിയേറ്റ് ചെയ്യാനും ABB ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. 5299 എന്നൊരു പുതിയ 50 ഹൈയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ABB ഇന്ത്യയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗിനുള്ള ഒരു സമയമായിട്ടുണ്ടോ? ഒട്ടും ആയിട്ടില്ല. കാര്യം ABB ഒത്തിരി മാസങ്ങളായിട്ട് ഒരു കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു. ആൻഡ് ഇന്നലെ ആ ഒരു വളരെ ശക്തമായിട്ട് ഒരു പോസിറ്റീവ് ബ്രേക്ക് ഔട്ട്, നല്ല മികച്ച ഫൈനാൻഷ്യൽ പെർഫോമൻസിനെ തുടർന്ന് നമുക്ക് കാണാനിടയായി. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് മെയിൻറ്റെയിൻ യുവർ ലോങ് പൊസിഷൻ. കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്കൊരു ലോങ് ടേമിന് വേണ്ടി തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ ഒരു പുതിയ പൊസിഷൻ കൺസിഡറും ചെയ്യാം. ഇന്നിപ്പോൾ ഓട്ടോ സെഗ്മെന്റിൽ നിന്നും ഏഷ്യർ മോട്ടോഴ്സ് 2% മുകളിൽ ഒരു നേട്ടം നൽകുന്നുണ്ട്. 3921 രൂപയിൽ. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 4200 രൂപ വരെ എത്തിയിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. പക്ഷെ ഈ ഒരു വർഷത്തിൽ 5% മുകളിൽ ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത് എന്നും കാണാം. ഏഷ്യർ മോട്ടോഴ്സിന്റെ ഈ ഒരു പെർഫോമൻസിനെ സാർ ഒരു അണ്ടർ പെർഫോമിംഗ് സ്റ്റോക്ക് ആയിട്ടാണോ വിലയിരുത്തുന്നത്? ഇൻവെസ്റ്റേഴ്സ് സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്താണ്?
മോട്ടോഴ്സിന് നല്ല സ്ട്രോങ് സപ്പോർട്ട് 3500 രൂപയിൽ കാണുന്നുണ്ട്. സ്റ്റോക്ക് ഇസ് കൺസോൾഡേറ്റിംഗ്. സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 4000 രൂപ ആയിരിക്കണം. 4000ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സർ, ഇതിപ്പോൾ അദാനി ഗ്രൂപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമ്മിശ്രമായ ഒരു പ്രതികരണത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും അധികം ഇന്നിപ്പോൾ ഒരു കറക്ഷൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന അദാനി ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. നിലവിൽ 0.84% ഇടിവിൽ 1889 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പെർഫോമൻസ് വൈസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മാത്രം ഏകദേശം 12% നേട്ടം നൽകാൻ ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ജനുവരി തുടങ്ങി ഫെബ്രുവരി അവസാന വാരത്തിലേക്ക് എത്തുമ്പോൾ 18% നേട്ടം നൽകാനും സാധിച്ചിട്ടുണ്ട്. അദാനി ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഈ ഒരു ഇടിവിനെ നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ടാണോ കാണേണ്ടത്? അദാനി ഗ്രീനിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഒരു വളരെ ഷോർട്ട് ടേം നോക്കിക്കഴിഞ്ഞാൽ 1700-2000 രൂപയ്ക്ക് എടുത്ത സ്റ്റോക്ക് കൺസോളിഡേഷൻ നടത്തിക്കൊണ്ടുവരുന്നു. നമുക്ക് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ ലഭിക്കണമെങ്കിൽ 2000 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നാരായണ ഹൃദയാലയെ കുറിച്ചാണ്. ഇന്നിപ്പോൾ 0.5% ഈ ഒരു സ്റ്റോക്ക് ഇടിഞ്ഞിട്ടുണ്ട്. 1345 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. ഈ വർഷം നിക്ഷേപകർക്ക് മികച്ച ഒരു നേട്ടം നൽകിയ ഒരു സ്റ്റോക്ക് കൂടിയാണ് നാരായണ ഹൃദയാലയ. നിലവിലെ ഈ ഒരു ഇടിവിൽ നിക്ഷേപകർ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? The long term and short term trend is very much bullish. ബട്ട് ഈ സ്റ്റോക്കിൽ നമ്മൾ കഴിഞ്ഞ 3 മാസത്തിനിടെ കറക്ഷൻ ഒന്നും തന്നെ കണ്ടിട്ടില്ല. ആൻഡ് കഴിഞ്ഞ ആഴ്ച 1440ന്റെ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ എത്തിയതിനു ശേഷം വി ആർ സീയിങ് സ്മോൾ പ്രോഫിറ്റ് ടേക്കിംഗ്. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1280 രൂപയായിരിക്കും. അടുത്തതായിട്ട് ടാറ്റ ഗ്രൂപ്പിൽ നിന്നുള്ള ടാറ്റ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസം, പ്രത്യേകിച്ചും ഫെബ്രുവരി 16 മുതൽ വലിയ തോതിൽ ഒരു നേട്ടം നൽകുന്ന ഒരു ഓഹരി കൂടിയാണ് ഈ ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇന്നലെ ഒരു പുതിയൊരു 52 ഹൈ ക്രിയേറ്റ് ചെയ്യാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു 6721 എന്ന നിലവാരത്തിൽ. ഇന്നിപ്പോൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത ഒരു പുതിയ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. 6731 എന്നൊരു നിലവാരത്തിലേക്കും എത്തിയിട്ടുണ്ട്. നിലവിൽ 4% അടുത്ത നേട്ടമാണ് ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് നൽകുന്നത്. ടാറ്റ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷ് ആൻഡ് ടാറ്റ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു പ്രോബ്ലം കാണുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ബട്ട് അറ്റ് ദിസ് ഹൈ ലെവൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തില്ല. എസ് പ്രദീപ് സർ, അവസാനമായിട്ട് ഈ ഇന്നത്തെ ഒരു ട്രേഡിംഗ് ഡേയിൽ താങ്കളുടെ ഒരു വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് കൂടി ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് സെറ്റപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫെഡറൽ ബാങ്കിന്റെ ഫൈനാൻഷ്യൽ സർവീസസ് കമ്പനി. അതിൽ നമുക്ക് ഒരു ബൈയിങ് അവസരം ലഭിക്കാൻ പോകുന്ന 132ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, രണ്ടാമത്തത് അഗെയിൻ ഇസ് റീസെന്റ്ലി ലിസ്റ്റഡ് സ്റ്റോക്ക് ഗാന്ധാർ ഓയിൽ റിഫൈനറി. ഗാന്ധാറിന്റെ കേസിൽ 265 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് അവസരം ലഭിക്കും.